തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചു. 5 ബോഗികളിലേക്ക് തീ പടർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. തീപിടുത്തത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി അക്ഷയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അക്ഷയ്, ചരക്ക് ട്രെയിന് തീപിടിച്ചിരിക്കുന്നു. 5 ബോഗികളിൽ ട്രെയിൻ തീ പകർന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. കാഷ്വാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? മനു, ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലാണ് ഈ വലിയൊരു ട്രെയിൻ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് ഡീസലുമായി പോയ ട്രെയിനിന് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിലെ ഒരു ബോഗി പാളം തെറ്റി മറിയുകയായിരുന്നു. തുടർന്ന് ഈ ഡീസലായിരുന്നു ബോഗിയിൽ ഉണ്ടായിരുന്നത്. അവിടെ തീ പടരുന്ന സാഹചര്യമുണ്ടായി. ആ ട്രെയിനിൻ്റെ 5 ബോഗികളിലേക്ക് തീ പടർന്നു എന്നാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുവരെ തീപിടുത്തത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. 8 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 4 ട്രെയിനുകൾ, വന്ദേ ഭാരത് അടക്കമുള്ള 4 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ വലിയ പെട്രോളിയമായി പോയതുകൊണ്ട് തന്നെ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും പ്രദേശത്ത് ജനവാസ മേഖലയാണോ? അവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല, കാരണം കനത്ത പുകയടക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞോ? അതെ മനു, ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വലിയ തോതിലുള്ള പുകയാണ് ഈ തീപിടുത്തത്തെ തുടർന്ന് ഉയരുന്നത്. ഈ പുലർച്ചെ ഇത്തരത്തിലുള്ള പുകയും തീയും ഉയരുന്നത് കണ്ട് പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങളൊക്കെ പരിഭ്രാന്തരായ ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും റെയിൽവേയും പോലീസും ഇടപെട്ട് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തൊക്കെ താമസിച്ചിരുന്ന ആളുകളെല്ലാം ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റെയിൽവേ ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെന്നൈയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഡീസലുമായി പോയ ട്രെയിനിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുള്ള ട്രാക്കിൽ കൂടി മറ്റൊരു ട്രെയിൻ കടന്നുപോയി എന്നുള്ളത് ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടില്ല. ഈ ട്രെയിനിലെ 5 ബോഗികൾക്കാണ് തീ പിടിച്ചത്. ഉടൻ തന്നെ 10 യൂണിറ്റ് ഫയർഫോഴ്സ്, ചെന്നൈയിൽ നിന്നും തിരുവള്ളൂരിൽ നിന്നുമായി 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ തീ ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും പ്രദേശത്ത് പുക നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോഴും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തകളല്ല. ഇനി ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളെല്ലാം റെയിൽവേ വിശദമായിട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനു, ശരി, ഏതായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അക്ഷയ്, ഒരു കാര്യം കൂടി, ഈ പ്രദേശത്ത് നിന്ന് ആളുകളെയൊക്കെ മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ? കാരണം ഇത്രയധികം തീയും പുകയും ഒക്കെ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പലതുണ്ടാകാം. കാരണം ഡീസലാണല്ലോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതെ മനു, ഡീസലാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീ എപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ചൊന്നും ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. അതുകൊണ്ട് വലിയ തോതിലുള്ള പുകയാണ് ഈ പ്രദേശത്ത് ആകമാനമായി പടർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ പ്രദേശത്തുള്ളവർക്ക് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ റെയിൽവേയും പോലീസും ഇടപെട്ട് ഈ ആളുകളെല്ലാം പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചു. അതുപോലെ തന്നെ ആളുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഈ പ്രദേശത്തേക്ക് എത്തരുത്, ഇത് ചിത്രീകരിക്കാൻ അടക്കം ഈ പ്രദേശത്തേക്ക് ഒരു കാരണവശാലും വരരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം റെയിൽവേയും പോലീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനു.